പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും ഇവൻ പറയും നിങ്ങളെ റിലേഷൻ എനിക്ക് ബ്രേക്ക് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. അതെല്ലാരും പറയും കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു? ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇന്ന് രാവിലത്തെ വിഷയം അല്ലേ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിട്ട് ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയല്ല, കുറച്ച് എൻഗേജിങ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫോർ നെവിൻ ഫാൻസ് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, സ്വാഭാവികമായിട്ടാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ്. അവിടെ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചിട്ട് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും, ന്യായീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പൊട്ടത്തരം, അതായത് അവനവൻ്റെ നിലനിൽപ്പിനെ തന്നെ അവനവൻ എന്ത് ഡ്രീമായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്, ആ ഡ്രീമിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു വ്യക്തിക്ക് പിന്നെ ആ ഒരു ഉദ്യമത്തിൽ, ആ ഒരു പരിപാടിയിൽ തുടരാൻ യാതൊരു അർഹതയില്ല. അങ്ങനത്തെ ഒരു ഭൂലോക വിഡ്ഢിത്തരാണ് നെവിൻ ചെയ്ത് എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം, ഒറ്റ പോസിബിലിറ്റി, ഞാൻ ചില കാര്യങ്ങൾ പറയും, അപ്പോൾ നീ അപ്പോഴല്ലേ ഇതല്ലേ പറഞ്ഞതെന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. സത്യമാണ് കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള കംപ്ലീറ്റ് അധികാരമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ഇതാണ് സ്ഥിതി. ഇനി ഇതിൻ്റെ പുറകിൽ ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും പ്രാങ്ക് ഉണ്ടോ, എന്തെങ്കിലും സംഗതികളുണ്ടോ എന്നുള്ള സംഭവം എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയുമെന്നുള്ള അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കാരണം എന്താ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ചില കമൻറ്റ്സ് കണ്ടു നെവിനി മാവേലിയായിട്ട് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. കാരണം വെച്ചാൽ വളരെ സോഫ്റ്റായിട്ടൊരു ചങ്ങാതി ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ. ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡും സംസാരമൊക്കെ കാണുന്ന സമയത്ത് ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാങ്കിൻ്റെ രൂപത്തിൽ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഇത് പ്രാങ്കോ പരിപാടിയോ കാര്യങ്ങളോ ആണെങ്കിൽ നമുക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. അപ്പോൾ അത് നമുക്കറിയില്ല. അപ്പോൾ അതല്ല, ഇത് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് നമുക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇത് ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ഇടപെടലുകൾ. നാളെ ഇനി ആരും അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നു, ക്വിറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ എടുക്കരുത്. ഇനി ബിഗ് ബോസിൽ ഇതേപോലെ അല്ലെങ്കിൽ ഇതിലേറെ വേഴ്സ്റ്റായിട്ട് നെവിൻ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. അത് മാത്രം പോരല്ലോ ബിഗ് ബോസിൽ, അവനും അത് മാത്രം പോരാ. നെവിൻ എന്ന വ്യക്തിക്ക് സ്വയം ബിഗ് ബോസ് എന്ന ഷോനെ കൊണ്ട് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് നോക്കണ്ടേ, ആ ഒരു ഫുൾഫിൽമെൻറ്റ് അവൻ നോക്കണമല്ലോ. ഓക്കെ, ഇതൊന്ന്. രണ്ടാമത്തത്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ആര്യൻ്റെ ഒരു സംഭവമാണ്. ആര്യൻ ജിസേലിനോട് പറയുകയാണ്, ഇനി ഞാൻ നോക്കട്ടെ, അത് ബിഗ് ബോസിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. ബിഗ് ബോസിന് ഇപ്പോൾ സംഗതി ഇപ്പോൾ അനുമോളുടെയും ജിസേലിൻ്റെയും ഇഷ്യൂവിൽ രണ്ടുപേരും ഈക്വൽ തെറ്റുകാരൻ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു, തെറ്റുകാരൻ തന്നെയാണ്. അവരുടെ ശിക്ഷ എന്താണെന്നുള്ളത് ലാലേട്ടൻ വെള്ളിയാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇതുപോലും മനസ്സിലാക്കാൻ മൂളല്ലാത്ത, അതായത് വളരെ സിമ്പിളായിട്ട് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന് തീരുമാനിക്കും. അപ്പോൾ എവിക്ഷൻ ആണോ എന്നുണ്ടാവുമോ എന്നുള്ള അറിയില്ലല്ലോ, അപ്പോൾ കടുത്ത ശിക്ഷ ഉണ്ടാവുമോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് നോമിനേഷനിലിടുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നതിന് മുന്നേ ആര്യനെ പോലെ ഇത്രയും അപ്പാനി ആര്യൻ ഞാൻ എസ്പെഷ്യലി ആര്യൻ എടുത്ത് പറയാൻ കാരണം അറിയോ, ആര്യനെ പോലെ ഇത്രയും ബാലിശമായിട്ടുള്ള മച്ചോടല്ലാത്ത രീതിയിലുള്ള സംസാരം നിങ്ങൾ ലൈവ് എത്ര പേര് കണ്ടുവരല്ലോ. അതായത് ആര്യനും എല്ലാവരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ ഗിസേലിനോട് പറയുകയാണ്, ബിഗ് ബോസ് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഒരു കാരണവശാലും ശരിയായില്ല, അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കും ഇനി ചെയ്യാം, ഞാനും നോക്കട്ടെ, ഞാനും ഫിസിക്കൽ അസോൾട്ട് ചെയ്യും, ഞാനും അവളുടെ ലിപ്സ്റ്റിക്ക് തുടയ്ക്കും എന്നുള്ളൊരു വർത്തമാനമാണ് അവിടെ ആര്യൻ പറഞ്ഞിട്ടുള്ളത്. നോ പ്രോബ്ലം, അവൻ്റെ വെല്ലുവിളി പരിപാടി കാര്യങ്ങൾ നോക്കിക്കോട്ടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ സംഭവവും അവിടെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സീന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ ക്ലിപ്പിലേക്ക് വരാം കേട്ടോ, നമ്മളെ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ക്ലിപ്പിലേക്ക് വരാം. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോള് പോയിട്ട് ഗ്ലാസ് തുടയ്ക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, എന്തോ പരിപാടിയായിട്ട്, ഇനിയിപ്പോൾ ക്യാമറ സ്പേസിന് തന്നെ ആയിരിക്കാം, എന്തെങ്കിലും കാണിച്ചു കൂട്ടാനായിരിക്കാം, വാട്ട് എവർ. അനുമോൾ അവിടെ ഗ്ലാസ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സമയത്ത് തന്നെ അനുവിൻ്റെ PR ആക്കുന്നുണ്ട് കേട്ടോ. അനുമോൾ അവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അനുമോൾ അവിടെ ഗ്ലാസ് തുടയ്ക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് അവിടെ ഗ്ലാസ് തുടയ്ക്കരുത് എന്നും പറഞ്ഞിട്ട് അനുമോളെ നാണം കെടുത്തി വിട്ടു. സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി അവിടെ കൂക്കിയ സമയത്ത് ആര്യൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് അത് പ്ലേ ചെയ്യട്ടെ. ആര്യനുണ്ട്, അപ്പാനി ഉണ്ട് അതിൽ. ക്യാമറയിലോ വിൻഡോകളിലോ തൊടാൻ പാടില്ല. അനുമോൾക്ക് പറ്റുമോ?
നമ്മൾക്കാണോ അനുമോൾക്ക് അനുമോൾക്ക് മാത്രമായിട്ട് അലോ ചെയ്തോ ബിഗ് ബോസ്? കുഴപ്പമില്ല. എന്താണിത് അനുമോള് അവൾക്ക് physical assault allowed ആണ്. അവൾക്കുണ്ടാവില്ലേ വികാരങ്ങൾ, അവൾക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? അനുമോൾ ഇതാണ് അവിടെ ഉണ്ടായത്. അതായത് ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഒരു മിനിറ്റ്, ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പിന്നെ ഗിസേലിനോട് പറഞ്ഞിട്ടുള്ളത്, അങ്ങനത്തെ സംസാരങ്ങൾ ഒരിക്കലും അവിടെ ടോളറേറ്റ് ചെയ്യുന്നത് അത്രയും നല്ല സംഭവമല്ല. ഇതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഷാനവാസിൻ്റെ ഫസ്റ്റത്തെ ക്ലിപ്പ് നിങ്ങൾ എന്താ കണ്ടെന്നുള്ളത് വെച്ചാൽ, ഷാനവാസ് ആദിലിനോടും നൂറേനോടും സംസാരിക്കുന്ന ഒരു സംഭവമാണ്. നൂറേനോട് സംസാരിക്കുന്ന സമയത്ത് ഈ നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അവരുടെ ഇടയിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് ആദിൽ നൂറ് നെവിനായിട്ടുള്ള പ്രശ്നം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. വോയിസ് ക്ലിപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സംഗതിയും കൂടി പറയാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമെന്നുള്ളത് അല്ലേ? സത്യമല്ലേ? നോക്കൂ, ഞാൻ എന്നെ വിശ്വസിക്കുന്നവർക്കോ അറിയുന്നവർക്കോ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുകയാണ്. അല്ലാത്തവർക്ക് ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. ഞാൻ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെയും PR ഏറ്റെടുത്തിട്ടില്ല. കാരണം അത്രയും വലിപ്പം എനിക്ക് ആയിട്ടില്ല. ഒന്ന് അതാണ്. നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നിങ്ങൾ കാണുന്നത് പോലെ ഞാനും അതേപോലെ റിവ്യൂ ചെയ്യുന്നു, കണ്ട സംഗതികൾ പറയുന്നു. ഞാൻ പറഞ്ഞതിനോട് എതിരഭിപ്രായമോ അല്ലെങ്കിൽ അനുകൂലിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. തെറി വേണമെങ്കിൽ പറഞ്ഞോളൂ, അതും എനിക്ക് പ്രശ്നമല്ല. അത് എന്നെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. റിപ്ലൈ ഞാൻ അങ്ങനെ തരാൻ സമയം കിട്ടാത്തതുകൊണ്ട്. കാരണം വെച്ചാൽ ഒരു ദിവസം 4-5 വീഡിയോ ചെയ്യുമ്പോൾ ആവറേജ് ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയ്ക്ക് 100-150 കമൻറ്റ് 200 കമൻറ്റ്സ് വരും. എനിക്ക് റിപ്ലൈ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കണം കേട്ടോ, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, നീരസം തോന്നരുത്. പക്ഷേ ഒരു ചില ആൾക്കാരുണ്ട്, അത് എന്തിൻ്റെ പേരിലാണ് അവർ ചെയ്യുന്നത് എനിക്കറിയില്ല, റിപ്പീറ്റഡായിട്ട് ഹരാസിങ് കമൻറ്റ് ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളോട്. എൻ്റെ ഒരു ജസ്റ്റ് ഒരു വളരെ ഹമ്പിളായിട്ട് പൊളൈറ്റ്, അതേപോലെ ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഹരാസിങ് കമൻറ്റും ചെയ്തോളൂ. ഹരാസിങ് കമൻറ്റ് ഇൻ ദ സെൻസ് ഞാൻ കാശ് വാങ്ങിയിട്ടാണ്, നമ്മൾ PR ആണ്, നോ പ്രോബ്ലം, യു ഗോട്ട് എവ്രി റൈറ്റ് ടു ഡു ഇറ്റ്. നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ റിപ്പീറ്റഡായിട്ട് ഹരാസിങ് കമൻറ്റ്സ് അതും ചെയ്തോളൂ. ഞാൻ ചെയ്യരുതെന്ന് പറയാൻ ഞാൻ ആരുമല്ല. ബിക്കോസ് ഐ എം ടെലിങ് യു ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സമയം മെനക്കെട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന വ്യക്തി ആയതുകൊണ്ട് യു ഗോട്ട് എവ്രി റൈറ്റ് ഇൻ ദിസ് വേൾഡ് ടു ഡു ഇറ്റ്. നിങ്ങൾ ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ റിപ്പീറ്റഡായിട്ട് ഹരാസിങ് കമൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ എനിക്ക് തരുന്നൊരു ലക്ഷറി, യൂട്യൂബ് തന്നെ എനിക്ക് തരുന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ഐ ക്യാൻ ബ്ലോക്ക് യു ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ നിങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. കാരണം എനിക്കത് കാണാൻ വയ്യ. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ മേ ബി യു ഹവ് ഗോട്ട് സം സോർട്ട് ഓഫ് പേഴ്സണൽ ഗ്രഡ്ജ് ടു മീ, ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം. സോ യു ഹവ് ഗോട്ട് എവറി റൈറ്റ്. പക്ഷേ ഞാൻ അവിടെ എൻ്റെ ഈ ഒരു റൈറ്റും കൂടി ഞാൻ അവിടെ എക്സസൈസ് ചെയ്യുകയാണ്. ബിക്കോസ് ഐ ജസ്റ്റ് സിംപ്ലി റിമൂവ് യു ഫ്രം മൈ ദിസ് തിങ്. കമൻറ്റ് ബോക്സിൽ നിന്ന് ഞാൻ നിങ്ങളെ റിമൂവ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ പല ആൾക്കാരും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറുപടി വളരെ വിരളായിട്ടേ ഞാൻ മറുപടി തരുന്നുള്ളൂ. ഞാൻ മറുപടി തരാറില്ല. കാരണം എന്താണെന്നറിയോ, എന്നെ സ്നേഹിച്ചിട്ട് എന്നോട് ഫേവറബിൾ കമൻ്റ് ഇട്ടിട്ട് അത് ആത്മാർത്ഥത്തോടു കൂടി നല്ല രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് പോലും എനിക്ക് മറുപടി കൊടുക്കാൻ സമയമില്ലാത്തൊരു സമയത്ത് ഞാൻ ഈ ചെയ്യുന്ന തൊഴിലിനോടാണെങ്കിലും അവരോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നെ മറ്റേത് പറയുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി കമൻറ്റ് കൊടുക്കുന്നത്. അല്ലേ, എൻ്റെ ഒരു പോളിസി ഇതാണ് കേട്ടോ. അപ്പോൾ എന്നെ റിപ്പീറ്റഡായിട്ട് ഹരാസ് ചെയ്യുന്ന പല വ്യക്തികളെയും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഐ ഹവ് സീൻ ദം കമ്മിങ് ബാക്ക് ഇൻ ദ സെയിം ടോൺ ഇൻ ഡിഫറെൻറ്റ് IDs, വേറെ IDസിലൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, റിപ്പീറ്റഡായിട്ട് എന്നെ ഹരാസ് ചെയ്യുന്നവർ ഞാൻ റിമൂവ് ചെയ്യും. ഞാൻ എന്തിനാണ് അത് കൊള്ളുന്നത്? പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് അങ്ങനെ ഒരു സംഗതി കാണുന്നത്? അതിപ്പോൾ PR എന്ന് പറയുകയാണെങ്കിലോ എന്തിൻ്റെ സംഭവമാണെങ്കിലോ ഫാമിലിനെ ഹറാസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ശീലമുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ. അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ബിക്കോസ് ഐ ഡോണ്ട് സപ്പോർട്ട് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ക്യാൻ കണ്ടിന്യൂസ്ലി ഹറാസ് മീ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്നെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എവറി എവറിത്തിങ് ദാറ്റ് ഐ ഡു നെഗറ്റീവ് മാത്രം കണ്ടു പറഞ്ഞോളൂ. പക്ഷെ അതിങ്ങനെ പേഴ്സണൽ അറ്റാക്സ് ആയിട്ട് സ്ട്രിക്ട്ലി പേഴ്സണൽ അറ്റാക്സ് ആയിട്ട് ഷോനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വിമർശിക്കാം, നീട്ടിക്കൊണ്ടുപോയില്ല, ക്ഷമിക്കണം. ഷോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിശ്ചിതമായിട്ട് വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഡോണ്ട് ഡു ദിസ് തിങ് പേഴ്സണൽ. ചെയ്തോളൂ, ഡോണ്ട് ഡു എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ. ബട്ട് ഐ വിൽ ടേക്ക് മൈ റൈറ്റ് ദാറ്റ് എനിക്ക് നിങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന്
റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് തരുന്നത് കൊണ്ട് ഞാൻ അത് എക്സസൈസ് ചെയ്തിട്ട് പല ആൾക്കാരെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും റിപ്പർക്കഷൻസ് ആയിട്ട് എന്തെങ്കിലും സംഗതികളായിട്ട് ഇഫ് യു ആർ ബ്രിങ്ങിങ് ഇറ്റ് ദാറ്റ് വേ ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോളൂ. ഞാൻ എൻ്റെ ഒരു വഴി ഞാൻ ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് തരക്കേടില്ലാത്ത വ്യൂസ് കിട്ടുന്നുണ്ട്. ഇഫ് ദാറ്റ് ഇസ് യുവർ പ്രോബ്ലം, അനദർ തിങ്, ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു വഴിക്ക് ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് പോവുകയാണ്. ഇന്ന് ഞാൻ അനുമോളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തു എന്ന് വരും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്തു എന്ന് വരും, നാളെ ഞാൻ എതിർത്തു എന്ന് വരും, മറ്റന്നാൾ ചിലപ്പോൾ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വരും, നെക്സ്റ്റ് ഞാൻ ഷാനവാസിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ട് എറിഞ്ഞു, അങ്ങനെയൊക്കെ വരാം. ഞാൻ ഷോ കണ്ടിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. എൻ്റെ ഷോ കണ്ടിട്ട് ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ PR ആക്കിയും തോന്നുകയാണെങ്കിൽ ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. പക്ഷേ എന്നെ അറിയുന്നവരോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊന്നും PR തരാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. നമ്മൾ അത്ര വലിയ ആളല്ല. അതാണ് സംഗതി കേട്ടോ. ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സോറി കേട്ടോ, എക്സ്ട്രീംലി സോറി. ഇത് ഞാൻ എപ്പോഴെങ്കിലും പറയണം. ഐ ഹാവ് ടു സേ ദിസ്. ഓക്കെ, ഇനി ഷാനവാസും ആദില നൂറ തമ്മിലിരിക്കുന്ന ഒരു കോൺവെർസേഷനിൽ ആദില നൂറ പറയുന്നുണ്ട്, നെവിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവന് റിലേഷൻഷിപ്സ് ബ്രേക്ക് ചെയ്യുന്ന ആളാണ്, പുറത്തുനിന്ന് സ്ഥിരമായിട്ട് ഞാൻ റിലേഷൻഷിപ്സ് ബ്രേക്ക് ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്ന സമയത്ത് ഷാനവാസിൻ്റെ റിപ്ലൈ ആണ്, ഷാനവാസിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് നെവിൻ, അപ്പോൾ ഷാനവാസ് കൊടുക്കുന്ന റിപ്ലൈ ആണ്, അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഐ സ്റ്റാൻഡ് വിത്ത് ആദില നൂറ ഈ ഒരു കാര്യത്തിൽ. ആദില നൂറ കാരണം ആദില നൂറ എന്ന് പറഞ്ഞാൽ അവർ 2 പേരാണെങ്കിലും അവർ സിംഗിൾ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവരുടെ ലൈഫ് അവർ നല്ല രീതിയിൽ ജീവിച്ച് പോയിക്കോട്ടെ. എന്തിനാണ് അവർ പിരിക്കാൻ നിൽക്കുന്നത്? എല്ലാവർക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവരുടെ ഇടയിൽ അറിയേണ്ടത് അവരുടെ ഇടയിൽ എന്ത് നടക്കുന്നു, അവർ പിരിക്കുന്നു, അതിലേക്കൊരു പുരുഷൻ കയറി വരുന്നു. ദേ ആർ നോട്ട് ബോൺ ഫോർ ഇറ്റ്. അവർ ജനിച്ചതേ അങ്ങനെ ആയിട്ടാണ്. അവരുടെ ജന്മന അവരിങ്ങനെയാണ്. ഇതെന്താ മനസ്സിലാക്കാത്തതെന്ന് അറിയില്ല. ശരിയാണ്, നമ്മുടെ കുടുംബത്തിലോ വീടുകളിലോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് വരുമായിരിക്കാം. ഒരു ശരാശരി ബിലോ ആവറേജ് മലയാളിയുടെ സിറ്റുവേഷനിൽ വെച്ചിട്ട് അവരെ പിരിക്കാൻ നടക്കുക, അല്ലാണ്ട് അവർ തമ്മിൽ എങ്ങനെയാണ് അതുണ്ടാവുന്നത്, ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ചകഞ്ഞു പോകുന്നതിൽ എനിക്കെന്തോ അത് അത്ര ഒരു സംഗതി ഇതായിട്ട് തോന്നുന്നില്ല. എന്തോ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവരെ പിരിക്കാൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന 2 പേരെ പിരിക്കുന്ന ഒരു വ്യക്തി ഈസ് കൺസിഡർഡ് ടു ബി ഒരു ഇതിൽ ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് നെവിൻ എന്നുള്ളത് ആണ് ആദില നൂറ പറയുന്നത്. കാരണം വെച്ചാൽ പല നിമിഷങ്ങളിലും അവർ ഇതുപോലെ ബിന്നി നൂബിൻ്റെ ഇഷ്യൂസൊക്കെ എടുത്തു പറഞ്ഞു. അവർ പിരിക്കാൻ നടക്കും. ഇവൻ റിയൽ ലൈഫിൽ ഇവൻ പല കപ്പിൾസിനെയും പിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു ക്രെഡിറ്റായിട്ട് നെവിൻ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഐ എം സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ഇറ്റ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവിടെ നിന്ന് സംസാരം നടക്കുന്നത്. ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ. പ്രശ്നം എന്താ വെച്ചേക്കാ, എപ്പോഴും ഇവൻ പറയും നിങ്ങളെ റിലേഷൻ എനിക്ക് ബ്രേക്ക് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. അതെല്ലാരും പറയും, കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അത് അവന്റെ ഓന്റെ എത്തിക്സ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനൊരു ദിവസം ഇവൻ എന്നോട് വന്ന് പറഞ്ഞേ, അവനൊരു ഇല്ല അവൻ ഞങ്ങളോട് ഞങ്ങളെ റിലേഷൻ ബ്രേക്ക് ചെയ്തു, ഞങ്ങളെ റിലേഷൻ തീരെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളെ നിൽക്കണം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അല്ല, അങ്ങനത്തെ ഒരാൾ ഇവിടെ നിൽക്കണം ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതത്ര പ്രൗഡായിട്ട് പറയുന്ന തിരിപ്പിക്കും, ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കും, തിരിപ്പിക്കും. പുറത്തുള്ളതല്ല, അവന്റെ ഫ്രണ്ട്സിന് അങ്ങനെ പോകുന്ന ഇഷ്ടമില്ല. ചെയ്യുന്നതെന്ന് അതിനൊന്നും നമ്മൾ ശരിവെക്കില്ല. പക്ഷെ അവന് ഇങ്ങനെ പുറത്ത് കളയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവനായാലും ഞാനായാലും നിങ്ങളായാലും പുറത്ത് കൊണ്ടാക്കാറ്. ഇങ്ങനെ കളയുന്നതിൽ ഷാനവാസിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാനവാസ് ഗോട്ട് എവറി റൈറ്റ് ടു അവൻ്റെ അഭിപ്രായം പറയാൻ ഇതുണ്ട്. പക്ഷെ ഞാൻ ഒരു സംഗതി, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ ആദിലയുടെയും നൂറുടെയും കൂടെയാണ് ഈ ഒരു കേസിൽ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പോകണമെന്ന് ആരുമില്ല, പക്ഷെ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു ഷോയിൽ കഷ്ടപ്പെട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ തന്നെ വീണ്ടും പറയുന്നില്ല, അവൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഷോ ഒന്നും ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു നിലയ്ക്കും. അത് ടോളറേറ്റ് ചെയ്യേണ്ട ഒരു ഇതൊന്നും അതിൻ്റെ അങ്ങനത്തെ ഒരു ഗതികേടൊന്നും ഒരാൾക്കും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവിടെ ശൈത്യ അനു സംസാരിച്ച് നടക്കുന്നുണ്ട്. ശൈത്യ പിന്നെ എന്താ വെച്ചാൽ അവിടെയും ഇവിടെയും തോണിയിൽ കാലിട്ടുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പാനി അക്ബറും കൂടിയിട്ട് ഈ ഒരു ചാൻസ് മുതലാക്കിയിട്ട് അനുവിൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. അനുമോളെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ഐ ഡോണ്ട് ജസ്റ്റിഫൈ ഹെർ. ഇതിങ്ങനെ പറഞ്ഞാലും പ്രശ്നമാണ്. എന്തെങ്കിലും ഒന്ന് ആരെ പറ്റിയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അനുമോളുടെയും ജിസേലിനെയും കൂടി 2 പേരും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ പുഷ് ചെയ്ത സംഭവം ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുഷ് ചെയ്തതും ശരിയായില്ല, രണ്ടും കൺസിഡർ ചെയ്യണം. അത് അവിടെ പല ആൾക്കാരും കൺസിഡർ ചെയ്യുന്നില്ല. ഇത് എല്ലാം ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തീരുമാനിക്കാം. അതിലിടയ്ക്ക് ഇങ്ങനത്തെ ഡിസ്കഷൻസൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്ത് പോകും.
ക്ഷമിക്കണം, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം ഈ വീഡിയോയിൽ കുറച്ച് പറഞ്ഞു. പക്ഷേ അറ്റ് സം പോയിൻ്റ് ഐ ഹാവ് ടു സേ ദിസ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങൾ കമൻസ് എഴുതണം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും പറയണം. അതിനി എന്നെ പേഴ്സണൽ ഹറാസ് ചെയ്താലും പേഴ്സണലായിട്ട് എന്തെങ്കിലും തെറി പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. തെറി ഇൻ ദ സെൻസ് പേഴ്സണലായിട്ട് പറഞ്ഞാലും വിഷയമല്ല. റിപ്പീറ്റ് ചെയ്യാതിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ സ്നേഹിക്കുന്നവർ നമ്മൾ പറയില്ല. ബിഗ് ബോസ് എന്ന ഷോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാമെന്ന് ഞാൻ പറയുള്ളൂ, പറ്റുമെങ്കിൽ. പക്ഷെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സ് അങ്ങനെ ഇതുപോലെ നിറങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ വരും. പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ കഴിയുന്നതും പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് സം പോയിൻ്റ് ഞാൻ പറയണമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അത്രയും എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഒരു തരം ചൊറിച്ചിൽ വരുന്ന രീതിയിലുള്ള കുറച്ച് കമൻറ്റ്സ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ കമൻറ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ വന്നുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നല്ലോ കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.